എന്നാൽ വി പി സജീന്ദ്രൻ മനസ്സിലാക്കിയോ ജോസ് കെ മാണി എടുക്കണ്ട, ആരെങ്കിലും എടുക്കട്ടെ. ഞാൻ പറഞ്ഞു കോൺഗ്രസിൻ്റെയും കേരള കോൺഗ്രസിൻ്റെയും മുഴുവൻ നേതാക്കന്മാർ എന്നെ ഇന്ന് വിളിച്ചിരുന്നു. ഇത് ഈ പറഞ്ഞത് മഞ്ഞക്കടമ്പൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ്, ന്യായമാണ്. മഞ്ഞക്കടമ്പൻ ഈ മുന്നണി വിടരുത് എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. സജീന്ദ്രൻ അറിഞ്ഞിട്ടൊന്നും എനിക്കറിയില്ല. എനിക്കിനി ഇനി ജോസ് കെ മാണിയോ ഇവിടെ ആരൊക്കെ എന്നെ ബന്ധപ്പെട്ടത് സജീന്ദ്രൻ അറിയത്തില്ലല്ലോ. ഞാൻ ഇന്ന് സത്യത്തിൽ ഞാൻ ചിന്തിക്കുന്നത് കേരള രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ സജി മഞ്ഞക്കടമ്പൻ എന്നയാൾ ഇത്രയും ഒരു ഭാഗമാണോ എന്ന് എന്നോട് ബന്ധപ്പെട്ട ആളുകളെ കുറിച്ച് ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ബന്ധപ്പെട്ട ആളുകളെ ഒക്കെ എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ സത്യത്തിൽ പറഞ്ഞല്ലോ, ഞാൻ വലിയ രാഷ്ട്രീയ നേതാവൊന്നുമല്ല. ഞാൻ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ വന്ന സാധാരണക്കാരനായ ഒരു രാഷ്ട്രീയ നേതാവാണ്. ഞാനൊരു പാർട്ടിയിലും ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടില്ല, ഒരു പാർട്ടിയിലും ഗ്രൂപ്പ് ഉണ്ടാക്കി പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. ഇന്ന് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് മനസാക്ഷിയുള്ള അല്ലെങ്കിൽ ആത്മാഭിമാനമുള്ളവർക്ക് ഈ പാർട്ടിയിൽ തുടരാൻ നിർവാഹമില്ലാത്തത് കൊണ്ട് മോൻസ് ജോസഫിൻ്റെ ആക്രമണം അതുമാത്രം എനിക്കുണ്ടായി. ഇനി അദ്ദേഹം പറഞ്ഞു അദ്ദേഹം എന്നെ നിസാരമായ കാര്യത്തിൽ നിങ്ങൾ ഓർക്കണം, ഒരു കെ എസ് സിയുടെ സംസ്ഥാന കെ എസ് സിക്കാരൻ പറയുന്ന പോലെ അദ്ദേഹത്തിന്റെ നമ്മളിപ്പോ ഒരുപാട് രാഷ്ട്രീയക്കാരെ കാണുന്നതാണ്. ആദ്യത്തെ ദിവസം വിളിയൊക്കെ വരും, രണ്ടാമത്തെ ദിവസം നിശബ്ദതയായിരിക്കും. അല്ല, ഞാൻ പറഞ്ഞ അങ്ങനെ എന്നെ ചീത്ത വിളിച്ച ആളാണ്. അങ്ങനെയൊക്കെ വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടാണ് ഞാൻ ഇന്ന് രാഷ്ട്രീയം ഇവിടെ അവസാനിപ്പിക്കേണ്ടി വന്നത്. അപ്പം ഇതിനകത്ത് മനസാക്ഷിയോടുകൂടി അല്ലെങ്കിൽ മാന്യമായി പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം നിലവിലില്ലായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അല്ലാതെ എൻ്റെ കുഴപ്പം കൊണ്ട് ഞാൻ UDF വഞ്ചിച്ച്, ഞാനല്ല കേരള കോൺഗ്രസിനെ വഞ്ചിച്ചു എന്നൊന്നും ഒരാളും പറയില്ല. ബഹുമാനപ്പെട്ട പാർട്ടി ചെയർമാൻ ഈ വിഷയങ്ങൾ മുഴുവൻ അറിയാം. ബഹുമാനപ്പെട്ട ജോയ് എബ്രാഹത്തിന് ഈ വിഷയം അറിയാം. EJ ആഗസ്താൻ അറിയാം. ഞാൻ പാർട്ടിയുടെ നേതാക്കന്മാരെയൊക്കെ ഈ കാര്യങ്ങൾ നേരത്തെ തന്നെ. സജി മഞ്ഞക്കടമ്പനെ സംബന്ധിച്ചിടത്തോളം ജോസ് കെ മാണി അത്രയും ചീത്ത വിളിക്കണ്ടായിരുന്നു എന്നുള്ളൊരു കുറ്റബോധം ഇപ്പോഴുണ്ടോ? അല്ല, ഞാൻ എൻ്റെ രാഷ്ട്രീയ നിലപാടുകൾക്കനുസരിച്ച് ഞാൻ എൻ്റെ രാഷ്ട്രീയ വിമർശനങ്ങൾ ഞാൻ ഉന്നയിക്കാറുണ്ട്. അത് നാളെയും ഉന്നയിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ രാഷ്ട്രീയ നിലപാട്. എനിക്കിപ്പോൾ ജോസ് കെ മാണിയുടെ വ്യക്തിപരമായ വിരോധം, ജോസ് കെ മാണിയുടെ വ്യക്തിപരമായ വിരോധം. അദ്ദേഹം LDF നിന്ന് പോയപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടായ വിരോധം. ഞാൻ അദ്ദേഹത്തിനെതിരെ ഞാൻ രാഷ്ട്രീയം സംസാരിച്ചു, UDF രാഷ്ട്രീയം സംസാരിച്ചു. അല്ല, അദ്ദേഹത്തെ കുറിച്ച് പലപ്പോഴും വ്യക്തിപരമായിട്ടാണ് സജി മഞ്ഞക്കടമ്പൻ ജോസ് കെ മാണിയെ വിമർശിച്ചു കണ്ടിട്ടുള്ളത്. വ്യക്തിപരമായ താല്പര്യത്തിന് LDF അടിയറ വെച്ചു കേരള കോൺഗ്രസ് രാഷ്ട്രീയം എന്ന് സജി മഞ്ഞക്കടമ്പന്റെ ശബ്ദം എനിക്ക് ഇപ്പോഴും ചെവിയിലുണ്ട്. നികേഷ് കുമാർ പറയട്ടെ. എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇന്ന് എൻ്റെ ഈ രാഷ്ട്രീയം മടുത്തതുകൊണ്ട് അല്ലെങ്കിൽ എനിക്ക് ഈ പൊതുരംഗത്ത് നിൽക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു എന്നാണല്ലോ പറഞ്ഞത്. ഞാൻ ആരുമായിട്ടും കൈ കൊടുത്തിട്ടോ ആരുമായിട്ടും കമ്മിറ്റ് ചെയ്തിട്ടോ അല്ല ഞാൻ ഇന്ന് ഈ സ്ഥാനത്ത് രാജിവെച്ചത്. ഞാൻ നിരവധിയായ ആക്ഷേപങ്ങളുണ്ടായിട്ടും അവസാനം ഞാൻ പറഞ്ഞല്ലോ, ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഈ സജീന്ദ്രൻ വളരെ ലാഘവത്തോടെയാണ് പറഞ്ഞത്. പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ്, കേരള കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ഇല്ലാതെ ഒരിക്കലും കോട്ടയത്ത് കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥി നോമിനേഷൻ കൊടുത്തിട്ടില്ല കഴിഞ്ഞ കാലങ്ങളിൽ. പിന്നെ ഒരു പത്രത്തിൽ ഒരു പേര് വന്നില്ലെന്നല്ല, സജീന്ദ്രനെ അന്വേഷിക്കുക. ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങിയതിന് ശേഷം ഞാൻ കോട്ടയത്ത് പങ്കെടുത്ത പരിപാടിയിൽ ഏതെങ്കിലും എന്ന് പറഞ്ഞാൽ അത് മഞ്ഞക്കടമ്പന്റെ അക്കാര്യത്തിൽ വി പി സജീന്ദ്രൻ പറഞ്ഞതിനോടൊപ്പമാണ് ഞാനും നിൽക്കുക. കാരണം എന്ന് വെച്ചാൽ ഒരു നോമിനേഷൻ കൊടുക്കുന്നതൊക്കെ പാർട്ടി കമ്മിറ്റി എഴുതി കൊടുക്കുന്ന പേരുകൾ വെച്ചാണോ? അതൊക്കെ പത്രക്കാർ നേരിട്ട് പങ്കെടുക്കുന്ന പരിപാടിയല്ലേ? നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന പരിപാടികളിൽ സാധാരണഗതിയിൽ പാർട്ടി ഓഫീസിൽ എഴുതി തരുന്ന സ്റ്റേറ്റ്മെന്റ് നമ്മൾ ആരും നോക്കാറില്ല. ഞാൻ പറയട്ടെ, എന്നെ ഇതൊന്നും വി പി സജീന്ദ്രൻ പറഞ്ഞ് പഠിപ്പിക്കേണ്ടതില്ല. ഞാൻ വളരെ കൃത്യമായി ഇവിടെ UDFന്റെയും കേരള കോൺഗ്രസിന്റെയും രാഷ്ട്രീയം നിയന്ത്രിച്ചു കൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ എനിക്കറിയാം, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം. ഇവിടെ മേലിൽ നിന്നല്ലെങ്കിൽ മോൻസിൻ്റെ ഒരു നിർദ്ദേശമുണ്ടാകും. മോൻസിൻ്റെ ഗ്രൂപ്പ് ആ നിർദ്ദേശം അനുസരിച്ചാണ് എന്നോട് പെരുമാറുന്നത്, പ്രവർത്തിക്കുന്നത് എന്ന് എനിക്ക് ബോധ്യമുണ്ട്. പാലായിൽ നിങ്ങൾ പറയാം, പാലായിൽ നിയോജകമണ്ഡലം കൺവെൻഷൻ നടന്നു. ഒരിടത്ത് പോലും പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് UDF ജില്ലാ ചെയർമാനുമായ സജി മഞ്ഞക്കടമ്പൻ ഉദ്ഘാടനം ചെയ്യാൻ അവിടുത്തെ ഇദ്ദേഹത്തിൻ്റെ നിർദ്ദേശം കൊണ്ട് അതിന് തയ്യാറായിട്ടില്ല. അവിടെ ഒഴിവാക്കുക. ഇപ്പം ഇന്ന് ഞാൻ പറയട്ടെ, മിനിങ്ങാന്ന് തീരുമാനിച്ചു ഇവിടെ നമ്മുടെ റോഡ് ഷോ. ഈ റോഡ് ഷോയിൽ പാർട്ടി ജില്ലാ പ്രസിഡന്റ് പങ്കെടുക്കണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമില്ലായിരുന്നു, സ്ഥാനാർത്ഥിക്ക് പോലും ആഗ്രഹമില്ലായിരുന്നു. നിങ്ങൾ ഓർക്കണം, ഒരു കാര്യം പറയാം, നോമിനേഷൻ കൊടുക്കുന്ന സ്ഥാനാർത്ഥി എങ്കിലും മിനിമം സജി മഞ്ഞക്കടമ്പൻ പാർട്ടി ജില്ലാ പ്രസിഡന്റിന് എന്നെ പറയണ്ടേ, സജി നാളെ നോമിനേഷനാ, നീ എത്ര സജി സീറ്റ് ചോദിച്ചതിൽ തെറ്റല്ലേ ചെയ്തുള്ളൂ. സജി നോമിനേഷൻ കൃത്യസമയത്ത് വരണം, പങ്കെടുക്കണം, ആളുകളെ കൊണ്ടുവരണം എന്നൊരു വാക്ക് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ? അദ്ദേഹത്തോട് വിളിച്ചു ജില്ലാ പ്രസിഡന്റിനോട് പാർട്ടി സ്ഥാനാർത്ഥി അതൊക്കെ പറയേണ്ടത്. ജില്ലാ പ്രസിഡന്റ് അങ്ങോട്ടല്ലേ പറയേണ്ടത് സ്ഥാനാർത്ഥിയോട് കൃത്യസമയത്തിന് എത്തണമെന്ന്. അല്ല, തീർച്ചയായിട്ടും നികേഷ് കുമാർ മത്സരിച്ച ആളാണല്ലോ. നികേഷ് കുമാർ അങ്ങനെ പറയല്ലേ? നികേഷ് കുമാർ അങ്ങനെ പറയണ്ട.
നികേഷ് കുമാർ അങ്ങനെ പറയരുത്. നികേഷ് കുമാർ മത്സരിച്ചയാളാണ്. മത്സരിച്ച സമയത്ത് നികേഷ് കുമാർ അവിടുത്തെ പാർട്ടി നേതാക്കളോട് ഞാൻ നോമിനേഷൻ കൊടുക്കുകയാണ്, നിങ്ങൾ വരണമെന്ന് പറയില്ല. പറയണം. അത് പറയാൻ പറ്റാത്തൊരു അങ്ങയുടെ പാർട്ടിയിലെ നേതാവാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അങ്ങ് ബാക്കിയുള്ളവര് ക്ഷണിക്കേണ്ട ഉത്തരവാദിത്തം അങ്ങേക്കാണ്. അങ്ങ് തന്നെ എന്നെ ക്ഷണിച്ചില്ല, എന്നോട് പറഞ്ഞില്ല എന്ന് പരാതി നിൽക്കുന്ന ഒരു ലീഡർക്കും ചേർന്നാണോ? അല്ല, എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ജില്ലാ പ്രസിഡന്റ് കൂടി ഇരുന്ന് എടുക്കേണ്ട തീരുമാനങ്ങൾ ഏകപക്ഷീയമായി ചിലരെടുക്കുന്നു, അവർ ഡേറ്റ് ഇടുന്നു, അറിയിക്കുന്നു. വാട്സപ്പിൽ ഇടുക. വാട്സപ്പ് കണ്ടുകൊണ്ട് പോയി നിൽക്കേണ്ട ആളല്ല കോട്ടയം ജില്ലാ പ്രസിഡന്റ്. വാട്സപ്പിൽ ആരെങ്കിലും ചുമതലപ്പെടുത്തി അവർ വാട്സപ്പിൽ ഇരുന്ന് കണ്ടിട്ടാണോ ജില്ലാ പ്രസിഡന്റ് പോകണ്ടേ? അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ നമ്മളെ ഒഴിവാക്കുക. സജി മഞ്ഞക്കടമ്പൻ എന്ന് പറഞ്ഞ ആളിന്റെ പേര്, ആ പേര് ചിത്രത്തിൽ വരാൻ പാടില്ല. ഒരു മിനിറ്റ്, ഞാനൊന്ന് സജി മഞ്ഞക്കടമ്പന്റെ രാഷ്ട്രീയം ഒന്ന് ചോദിച്ചു മനസ്സിലാക്കട്ടെ. അഡ്വക്കേറ്റ് ജെയ്സൺ, കുറച്ച് സമയം താങ്കൾക്ക് തരാം. സജി, താങ്കൾ LDF-ലേക്ക് പോവുകയാണോ എന്ന ചോദ്യത്തിന് താങ്കൾ മറുപടി പറഞ്ഞില്ല. LDF-ലേക്ക് ഞാൻ എന്റെ ജീവിതത്തിൽ പോവുകയില്ല എന്ന് പറഞ്ഞ് തള്ളി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചർച്ചയെ താങ്കളിൽ നിന്ന് അവസാനിച്ചു. കാരണം താങ്കൾ UDF-ലാണ്. പണ്ട് മാണിസാറുള്ളപ്പോഴും UDF-ലാണ്. അത് കഴിഞ്ഞതിന് ശേഷം ജോസഫ് ഗ്രൂപ്പിൽ പോയപ്പോഴും താങ്കൾ UDF-ലാണ്. അതെ, എന്റെ രാഷ്ട്രീയം UDF ആണ്. പക്ഷെ ഞാൻ LDF, ഞാൻ പറഞ്ഞില്ല, പ്രിയപ്പെട്ട മോൻസ് ജോസഫ് അദ്ദേഹം ഇത്തരത്തിലുള്ള ആക്രമണം നടത്തുമ്പോൾ അദ്ദേഹത്തോടൊപ്പം എനിക്കിരിക്കാൻ താല്പര്യമില്ല. അല്ലെങ്കിൽ പാർട്ടി തീരുമാനമുണ്ടാകട്ടെ. പാർട്ടി ജില്ലാ പ്രസിഡന്റിനെ അപമാനിക്കുന്ന മോൻസ് ജോസഫിനെതിരെ പാർട്ടി നടപടി എടുക്കുമോ? അപ്പോൾ ആലോചിക്കാം. ഞാൻ പറയട്ടെ, എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ക്രൂരമായ അല്ലെങ്കിൽ എന്നോടുള്ള സമീപനം കൊണ്ടാണ് ഞാൻ ഇത്തരത്തിൽ ഇന്ന് LDF-നെ തള്ളി പറയുന്നില്ല, താങ്കൾ തള്ളിക്കളയുന്നില്ല. ഒരു സാധ്യത എന്നുള്ള നിലയിൽ LDF സാധ്യത തള്ളിക്കളയുന്നില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം ആഗ്രഹിക്കുന്നില്ല. ഞാനിപ്പോൾ LDF-ലേക്ക് പോകാനോ അല്ലെങ്കിൽ BJP എങ്ങനെയാണ് രാഷ്ട്രീയ പ്രവർത്തനം ആഗ്രഹിക്കാതിരിക്കുക? രണ്ടും പറയല്ലേ. ഒന്ന് താങ്കൾ നിയമസഭാ സീറ്റ് ആഗ്രഹിച്ച ആള്, ലോക്സഭാ സീറ്റ് ആഗ്രഹിച്ച ആള്, ഇപ്പൊ പറയുന്ന രാഷ്ട്രീയ പ്രവർത്തനം വേണ്ട എന്ന് പറയുന്നു. ഞാൻ പറഞ്ഞല്ലോ, ലോകസഭാ സീറ്റിലും നിയമസഭാ സീറ്റിലും മത്സരിക്കാൻ ഞാൻ പറഞ്ഞു. അതിനത് രാഷ്ട്രീയം ഇപ്പൊ ഏതെങ്കിലും ഒരു മുന്നണിയിൽ തന്നെ ഭാഗമാണെന്നില്ല. മത്സരിക്കണമെന്നുണ്ടെങ്കിൽ നോമിനേഷൻ കൊടുത്ത ആർക്ക് മത്സരിക്കാം. ഇപ്പൊ ഞാൻ പറഞ്ഞത്, എനിക്കിപ്പോ മത്സരിക്കാൻ വലിയ ആഗ്രഹമില്ല. എനിക്ക് മത്സരിക്കാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടാണല്ലോ ഞാൻ ഈ സംവിധാനത്തിൽ നിന്ന് മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഒരാളെ ഒഴിവാക്കാൻ വേണ്ടി ബോധപൂർവം നിരന്തരമായ ശ്രമം നടത്തുമ്പോൾ നമുക്ക് അവിടെ നിൽക്കാൻ തോന്നുമോ? ഇഷ്ടമില്ലാത്ത നമുക്ക് ബോധ്യമുള്ളതുകൊണ്ട് ഞാൻ ഒരിക്കലും LDF-ഉമായിട്ട് ഞാൻ നിലവിൽ LDF-ലേക്കോ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്കോ അല്ലെങ്കിൽ കൂടുമാറാൻ അല്ലെങ്കിൽ ഉടനെ ഒരു രാഷ്ട്രീയ പ്രവേശനം നടത്തണം ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ ആര് മത്സരിച്ചാലും കുഴപ്പമില്ല, ആര് വിജയിച്ചാലും എനിക്ക് കുഴപ്പമില്ല. ഞാൻ ആരെയും വിജയിപ്പിക്കാനും പരാജയപ്പെടുത്താനും ഞാനിപ്പോ പോകുന്നില്ല. ഞാൻ എന്റെ രാഷ്ട്രീയം അവസാനിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ കാര്യമായി അല്ലെങ്കിൽ അതിന് ജോസ് കെ മാണി സംസാരിച്ചിട്ടുണ്ടോ? എനിക്ക് എന്നോട് അദ്ദേഹത്തോട് ചോദിക്കുക. എന്നോട് സംസാരിച്ചിട്ടില്ല. ഞാൻ ജോസ് കെ മാണി സംസാരിച്ചിട്ടില്ല. ജോസ് കെ മാണി ഒഴികെ പല ആളുകളും എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരല്ല, വേറെ പാർട്ടിക്കാരല്ല, നിരവധി ആൾക്കാർ സംസാരിച്ചിട്ടുണ്ട്. ആ മുന്നണിയിലേക്ക് വരുന്നത് ക്ഷണിക്കുകയും ചെയ്തു. ഞാനൊരു മുന്നണിയിലേക്ക് പോകാൻ ഇപ്പോൾ തയ്യാറല്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ പാർട്ടി നേതാക്കന്മാർ പല ആളുകളും എന്നോട് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഏതായാലും എന്താണ് സംഭവിക്കുന്നത് നോക്കട്ടെ. എനിക്ക് രാഷ്ട്രീയ പ്രവേശനം ഏത് മുന്നണിയിലേക്ക് കടക്കണമെങ്കിലും യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്ന് മാത്രം ഓർത്തേരെ. അല്ലാതെ സജി മഞ്ഞക്കടമ്പൻ ഇനി എവിടെയെങ്കിലും പോകണമെന്ന് ഏതെങ്കിലും മുന്നണിയിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോക്കണമില്ലാതെ അലഞ്ഞു തിരിഞ്ഞു കിടക്കേണ്ട ഗതികേടില്ല എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതിലേക്കൊന്നും ഇപ്പൊ ചിന്തിച്ചിട്ടില്ല. അല്ല, ഏത് മുന്നിലേക്ക് പോകണമെങ്കിലും സജി മഞ്ഞക്കടമ്പൻ കൈ കൊടുത്താൽ ഏത് മുന്നിലേക്ക് പോകാം. അല്ല, ഇവർ പറഞ്ഞ പോലെ സജി മഞ്ഞക്കടമ്പന് ഒരിടത്തും ഒരു ഭ്രഷ്ടവും ഇല്ല. സജി മഞ്ഞക്കടമ്പൻ ഒരു പീഡനക്കേസിലും ഒരു മോഷണക്കേസിലും പ്രതിയല്ല. സജി മഞ്ഞക്കടമ്പന്റെ രാഷ്ട്രീയ ചരിത്രം നിങ്ങൾ പരിശോധിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നപ്പോഴും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആയിരുന്നപ്പോഴും എൻ്റെ പേരിൽ ഒരു അഴിമതി ആരോപണവും ഒരു സ്ത്രീപീഡനവും ഒന്നും എൻ്റെ പേരിൽ ആരും ഉന്നയിച്ചിട്ടില്ല. അപ്പോൾ എന്നെ കൊള്ളുകയറാത്ത ഒരു രാഷ്ട്രീയക്കാരനായിട്ട് ആരും ചിത്രീകരിച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് അതുകൊണ്ടാണല്ലോ പല നേതാക്കന്മാരും എന്നോട് ബന്ധപ്പെട്ടത്. എന്താണ് ഈ വിഷയം? പരിഗണിക്കുന്നുണ്ടോ? അല്ലെ, ഞാൻ ചോദിക്കട്ടെ ഏത് രാഷ്ട്രീയ പാർട്ടിയിലേക്ക് എനിക്ക് വ്യക്തമായിട്ട് പറഞ്ഞല്ലോ. അടുത്ത മാണി ഭക്തനുമായിരുന്നു. ജോസ് കെ മാണിയോട് മാത്രമേ അദ്ദേഹത്തിന് വിരോധം ഉണ്ടായിരുന്നുള്ളൂ. ജോസ് കെ മാണി ഇടതുപക്ഷത്തേക്ക് പോയപ്പോൾ കോഴമാണി എന്ന് ആക്ഷേപിച്ച്, കള്ളൻമാണി എന്ന് പറഞ്ഞ് ആക്ഷേപിച്ച് CPM-നോട് ഒത്തുചേർന്നതിനുള്ള വിരോധമാണ് ജോസ് കെ മാണിയെ ഈ സജി മഞ്ഞക്കടമ്പൻ വിമർശിക്കാൻ കാര്യം. അതുകൊണ്ട് അദ്ദേഹം ഇപ്പോഴും അടിസ്ഥാനപരമായ UDF-കാരൻ തന്നെയാണ്.
Rakesh Kumar.